ഹലോ നമസ്കാരം, ഞാൻ ലിജീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ജാമാണ്. വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമ്, ജാതിക്ക തൊണ്ടുകൊണ്ടുള്ള ഒരു ജാമ്. ഇതിന് ജാതിക്കയും പഞ്ചസാരയും മാത്രമേ ഇതിനാവശ്യമുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ജാതിക്കയുടെ തൊണ്ട്. നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് ഇതൊക്കെ എടുത്ത് കളഞ്ഞ് ഈ ഞെടുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 വട്ടം വീട്ടിൽ നന്നായിട്ടൊന്ന് കഴുകണം. നമ്മളിത് വൃത്തിയായി കഴുകി നമ്മൾ കുക്കറിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഏതാണ്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന ഒരളവിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്കിനി കുക്കർ അടയ്ക്കാം. അടച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് തീ കൊടുക്കാം, ഒന്ന് വേവിക്കാം. അതൊരു 3-4-5 വിസിൽ വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച ജാതിക്ക ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ജാതിക്ക വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചിട്ട് ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ജാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ജാതിക്കയാണിത്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഈ അരിപ്പയിൽ നിന്ന് അരിച്ചതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഒരു തോർത്ത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 7 അകലമുള്ളൊരു തോർത്തായിരിക്കണം. അരി വെച്ച് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മളിതുപോലെ ചൂട് കട്ടിയുള്ളൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന ആ ജാതിക്കയുടെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ കൊടുക്കാം. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് കത്തിക്കാം. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് തിളപ്പിക്കാം. നമുക്കിതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഈ ജ്യൂസ് കൂടാതെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര മാത്രമാണ്. ഇത് തിളച്ച് വന്ന ശേഷം നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം.
നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ജാമിൻ്റെ കൂട്ട് ഏകദേശം വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വറ്റി വരാൻ സമയം എടുക്കും കേട്ടോ. സമയം കുറച്ചെടുക്കും. ഏകദേശം ഒരു 35-40 മിനിറ്റോളം എടുക്കും. നമ്മുടെ ജാം ഏകദേശം ആയി വരുന്നുണ്ട്. എൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി. ഇനി എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെ സൈഡ് വഴിയൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്നതൊക്കെ ഒക്കെ ഇങ്ങനെ ഒന്ന് തോണ്ടി മാറ്റിയിടാം. ഇത് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഉണ്ടാവും. അത് ജസ്റ്റ് വറ്റി വരാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ അതിനാലും നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിയുമ്പം അതിൻ്റെ തിക്നെസ്സൊക്കെ കൂടി വരും. ഇത് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വെച്ച് ഇളക്കി എന്നാൽ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. എങ്കിൽ അതിനൊരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. തന്നെയല്ല അത് ഒരുപാട് ടൈറ്റായി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒട്ടലായി വരും. അപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്കിതായോ എന്നറിയാനായിട്ട്, നമുക്കിതിൻ്റെ പരുവ് അറിയാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരല്പം കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കുക. ആ മാറ്റി വെച്ച് കഴിയുമ്പം നമുക്കതറിയാം. ഇങ്ങനെ നൂല് പോലെ ആയി വരുന്ന പരുവാണിത്. ഇവിടെ നിന്ന് ഇത്തിരിയുടെ തിക്നെസ് ആയി വന്ന് ഒഴിക്കുമ്പോഴും നമ്മളൊരു പാത്രത്തിലേക്ക് പയ്യെ ഒരു ടീസ്പൂൺ മതി എടുത്തൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് കയ്യിലെടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ലപോലെ ഒട്ടലായി വരുന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങി വയ്ക്കാം. നല്ല ചൂടോടെ ഒരിക്കലും ഇത് കൈതൊട്ട് നോക്കരുത്. നന്നായിട്ട് പൊള്ളും. പയ്യെ നാറിയതിന് ശേഷമേ ഇതിൻ്റെ പാകം നമ്മൾ നോക്കാവൂ. പാകമായെന്നറിയാൻ നമുക്കൊരൽപ്പം എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ജാം ഏകദേശം ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആറാനായിട്ട് എടുത്ത് വെച്ച ജാമാണിത്. ഇത് കണ്ടോ, നമ്മളിങ്ങനെ തോണ്ടി നോക്കുമ്പം നല്ല സ്റ്റിഫായിട്ടിരിക്കും.
ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്ന സമയത്ത് വെള്ളം പോലെ ആവുമായിരിക്കുക, പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒട്ടിയിരിക്കും. ഇതാണ് അതിൻ്റെ പാകം. നമുക്ക് ഇങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. നമ്മുടെ ജാം പരുവായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. കാണുമ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നെന്ന് തോന്നുമെങ്കിലും അത് ആറി കഴിയുമ്പോൾ സെറ്റായി വരും. അതുകൊണ്ട് സെറ്റായില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇളക്കി കുറേ നേരമായിട്ട് ഇളകിയിരുന്നാൽ അത് ഒരുപാട് സെറ്റായി പോകും. ജാമിൻ്റെ പരുവത്തിൽ നിന്ന് ഒരുപാട് കട്ടിയായി പോകും. ഇപ്പോൾ അത് ശരിക്കും ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും ശരിയായിക്കോളും. ജാമിൻ്റെ പരുവമായി നമുക്കിരുന്ന് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ജാമിട്ട് നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മളുണ്ടാക്കിയ ജാം. നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള നല്ല ജെല്ലി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ.